ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ വയനാട് നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാട് മുഴുവനും നേരം വെളുക്കുമ്പോൾ ഒലിച്ചുപോയി. ലോകം മുഴുവനും ഈ ദുരിതത്തിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങേ അറ്റം ഖത്തറികള് ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന്, അവിടെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാനിൽ നിന്ന് വരെ ആളുകൾ കേരളത്തെ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ ചില ധനകാര്യ സ്ഥാപനങ്ങൾ, പണമിടപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ 2-ാം തീയതിയൊക്കെ ആയിരിക്കും ബജാജ് ഒക്കെ ആണെങ്കിൽ അടയ്ക്കേണ്ടത്. ഞാനൊക്കെ ബജാജ് എടുത്തിട്ടുള്ള ആളാണ്. ഇന്നിപ്പോൾ 5-ാം തീയതി ആയല്ലോ. ആ നമ്പറുകൾ തെരഞ്ഞു പിടിച്ച് വിളിച്ചു തുടങ്ങും. അങ്ങനെ വിളിച്ചു തുടങ്ങി ഒരാളെ കിട്ടി ലൈനിൽ. ഒരാൾ മാത്രമാണിപ്പോൾ പരാതി പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അൽഫി, ഞാൻ തട്ടത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. സ്വർഗത്തിലേക്ക് പോകാനോ ഹൂറന്മാരെ കിട്ടാനോ ഒന്നും പ്രതീക്ഷിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് എനിക്ക് തട്ടം വേണ്ട. നിങ്ങളിട്ടോ, എല്ലാവരെയും ഇടിയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള വിശ്വാസം മഹത്തരമാണ്. എൻ്റെ വിശ്വാസം തന്നെ അപരനുമായിരിക്കണം എന്ന് കെട്ടിവെക്കുമ്പോഴാണ് മത തീവ്രവാദമാകുന്നത്. അപ്പോൾ എന്നെ തട്ടമിടിയിക്കാനും ഊരിക്കാനും നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നെങ്കിലേ അൽഫി അങ്ങ് നേരത്തെ സ്വർഗത്തിലേക്ക് പോയിക്കോ, എന്നെ കൊണ്ടുപോകണ്ട, എനിക്ക് നരകം മതി കേട്ടോ. കാമരാജ് പിള്ള ഹായ്. അപ്പോൾ വിളിക്കുന്നു. അൽഫിയയ്ക്കുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. ഞാൻ എവിടെ പഠിച്ചു എന്നൊന്നും നിങ്ങൾ അഡ്രസ്സ് തേടി പോകണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള വിശ്വാസം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. നിർബന്ധിപ്പിച്ച് ഇടിയിപ്പിക്കണ്ട. അപ്പോ ഞെക്കിപ്പഴിപ്പിച്ചാൽ മധുരം ഉണ്ടാകില്ല. ആ തട്ടത്തിൽ വിശ്വസിച്ച് അതിനൊരു പവിത്രതയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഇട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അപ്പിക്കുപ്പായമാണ്. പ്രവാചകന്റെ ഭാര്യമാര് അപ്പിയിടാൻ പോകുമ്പോൾ മറ്റുള്ളവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മറ, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇനിയും അൽഫിയ ഇതേപോലെ എന്നെ തട്ടമിടിപ്പിക്കാൻ വരണ്ട. മലയാളം പറഞ്ഞാൽ തിരിയില്ലേ? പറഞ്ഞല്ലോ നിർബന്ധിപ്പിക്കണ്ടെന്ന്. ശരി, ഒരു പണമിടപാട് സ്ഥാപനം, കാരണം അവരുടെ EMIയുടെ ഡേറ്റ് ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പൊ വിളിക്കുന്നു, ആളെ കിട്ടി. ശരി, നിങ്ങൾ സേഫ് അല്ലേ? ആ സേഫാണ്. അല്ല, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതെ, എന്നാ പൈസ അടച്ചേ പറ്റൂ. ആലോചിച്ച് നോക്കിയേ, എന്തൊരു മനസാക്ഷിയാണ് ഇവർക്കൊക്കെ. എല്ലാ സ്ഥാപനങ്ങളും ഈ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു. അങ്ങനെ പേരെടുത്ത് പറയത്തക്ക രൂപത്തിലുള്ള ഏതെങ്കിലും ഫിനാൻസ് കമ്പനിക്കാർ വന്നോ, ബാങ്കുകാർ വന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം അൽഫിയ പെണ്ണാണോന്ന് അറിയില്ല, ചൊറിയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ്. കൊച്ചെ, നിനക്ക് തലയ്ക്ക് സുഖമില്ല. ഞാൻ പറയുന്ന വിഷയം എന്താ? നിന്റെ തട്ടത്തെ കുറിച്ച് നിനക്ക് ക്ലാസ് എടുക്കാനാണ് ഞാൻ വന്നിവിടെ ഇരിക്കുന്നത്? ആണാ? തട്ടത്തെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നിവിടെ ഇരിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞ തട്ടത്തിന്റെ വചനങ്ങൾ എടുത്ത് നീയുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. ഇവിടെ വേറെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്ന വയനാട്ടിന്റെ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വരുന്ന ആളുകൾ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കുക, അത് കേട്ടിട്ട് പോകാം. അതല്ലെങ്കിൽ പണി നോക്ക്, ചെല്ലേ. അപ്പോ വോയിസ് ഓഫ് ഋഷി ഇങ്ങനെ പറയരുത് കേട്ടാ. പണം എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നെന്ന്. അവര് EMIക്ക് വേണ്ടിയിട്ട് അവര് പണം, സാധനങ്ങളോ പണമോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ ഒക്കെ വാങ്ങുമ്പോൾ അവർക്കറിയില്ല നേരം വെളുക്കുമ്പോൾ അവർ ഒലിച്ചു പോകുമെന്ന്. ഇന്നൊരു പക്ഷെ നമ്മളും എടുത്തിട്ടുണ്ടാകും കടങ്ങള്. നേരം വെളുക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തില് നമ്മൾ എല്ലാവരും ചത്തുതീരുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ എല്ലാവരും അത് ചെയ്യുന്നത്. എത്ര മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ഋഷി നിനക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത്? എവിടെ കൊണ്ടാണ് നീയൊക്കെ ചിന്തിക്കുന്നത്? എല്ലാ മനുഷ്യരും ചിന്തിക്കും, സുരേഷ് അങ്ങ് പൊയ്ക്കോ, ഇത് എന്റെ ലൈവല്ലേ, പോകണോ നിൽക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കൊന്നും സാമാന്യ ബുദ്ധി പോലും ഇല്ലേ? നമുക്ക് താല്പര്യമില്ലേ? നമ്മൾ കളഞ്ഞിട്ട് പോകുക. ഓരോരുത്തരുടെയും ലൈവിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അവിടെ പോയിട്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ട കാര്യമുണ്ടോ? ശ്രീജിത്തിന്റെ തന്തയ്ക്ക് വട്ടാണെന്നോടാ? നിന്റെ തന്തയ്ക്ക് വട്ടാണെന്നോ? പിടിച്ചു കൊണ്ടുപോയി ചങ്ങലക്ക് ഇടറാ, ചെല്ലേ. അതല്ലെങ്കിൽ വയനാട്ടിലെ പുഴയിൽ പിടിച്ചു മുക്ക്, ചെല്ലേ. അപ്പോ ഈ ഫിനാൻസ് സ്ഥാപനക്കാരൻ വിളിക്കുമ്പോൾ
നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടച്ചേ പറ്റൂ എന്ന്. ആ മനുഷ്യൻ നിന്ന് കരയാണ്. കടം വാങ്ങാൻ ആരുമില്ല, ഉറ്റവരെയും ഉടയവരെയും കാണാനില്ല, മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, മരിച്ചെങ്കിൽ ഡെഡ് ബോഡി പോലും കിട്ടാനില്ല. സുരേഷ് കുമാർ ഒരു കാര്യം ചെയ്യും, പോയിട്ടെ കുറച്ച് റെസ്റ്റ് എടുക്കും. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വയറ് നിറച്ചിരിക്കുകയല്ലേ, ചെല്ല്. ഇതല്ലാതെ നിനക്കൊന്നും വേറെ മരുന്നില്ല. നിന്നോടത് മറുപടി പറഞ്ഞിട്ട് കാര്യവുമില്ല. അങ്ങനെ ഫിനാൻസ് സ്ഥാപനം വീണ്ടും പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കിട്ടുന്ന ഫോൺ നമ്പറുകളിലൊക്കെ വിളിക്കുന്നു. ആ ഫോൺ നമ്പറുകൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാളോടും കൂടി, ഒരാളുടെ കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ടാകുമല്ലോ, ഒരു ബന്ധുവിന്റെ കൂടെ, അവരായിരിക്കും നോമിനി. അങ്ങനെ അവരെ ഒക്കെ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നെങ്കിൽ EMI അടയ്ക്കണമെന്ന് പറയുമ്പോൾ വല്ലാത്ത വേദനയാണ്. ആ മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു 3 വയസ്സുള്ള കുഞ്ഞ് വൈറലാകുവാണ്. 3 വയസ്സുള്ള കുഞ്ഞ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു. ബന്ധുവീട്ടിൽ പോയത് കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ഫോൺ ഈ കുഞ്ഞിന്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ. അതിനെ വിളിച്ചിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ EMI അടയ്ക്കണമെന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നാലും ഇത് വാർത്തയായതോടുകൂടി മന്ത്രി രാജൻ ഇടപെട്ടു. ഫിനാൻസ് സ്ഥാപനത്തിന് വാർണിംഗ് നൽകി. അവരെ വേട്ടയാടരുത്, അവരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുവാണ്. അപ്പോഴും ഈ EMIക്ക് വേണ്ടി വിളിച്ച ഫിനാൻസ് സ്ഥാപനത്തോട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, എങ്ങനെയായാലും ഞങ്ങൾ അടയ്ക്കാം, അല്പം സമയം തന്നാ മതി എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ, മനുഷ്യന്മാർ ഇങ്ങനെയാ. തിരിച്ചടയ്ക്കാനുള്ള അടവുകൾ ശരിയാണ്, നമ്മൾ എടുത്തതാണ്, തിരിച്ചടയ്ക്കണം. പക്ഷേ ഈ സാഹചര്യവും കൂടി പരിഗണിച്ചിട്ട് മാത്രമല്ലേ ഇവർ സംസാരിക്കാൻ പാടുള്ളൂ. ഇപ്പോ ഉറ്റവരും ഉടയവരും ഒക്കെ കൺമുന്നിൽ നിന്ന് കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെ മരണക്കയത്തിലേക്ക് പോയി. പലരും അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങി. അമ്മ ഇങ്ങനെ സുഖമായിട്ട് തലമുടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ വിരലോടിച്ച് സുഖം പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒലിച്ചു പോകുന്നു, മകൾ ഒലിച്ചു പോകുന്നു, അമ്മയ്ക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അമ്മ ഒലിച്ചു പോകുന്നു, മകൾക്ക് പിടിക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയാണത്. അപ്പോ രക്ഷപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്ന പല ആളുകളും തേങ്ങലുകൾ മാത്രം. ചിലര് നിശബ്ദമായി കരയുന്നു, ചിലര് എല്ലാം നഷ്ടപ്പെട്ടു വറ്റി വരണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ഒരു മരവിപ്പ് മാത്രം ബാക്കി. ചിലര് അലമുറയിട്ട് കരയുന്നു. ഇവരുടെ മനസ്സിനേറ്റ ആഘാതം ചെറുതല്ല. ഇപ്പൊ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായ ആളുകളുടെ മാത്രമല്ല, അവരെ രക്ഷിക്കാൻ ചെന്ന ആളുകളുടെയും മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വികൃതമായ ശരീരങ്ങൾ കണ്ട് ശരീരഭാഗങ്ങൾ ഒഴുകി വന്നത് പിടിച്ചെടുത്ത് അവരുടെയും മാനസികാവസ്ഥയ്ക്ക് നല്ല രൂപത്തിൽ വിഘാതമേറ്റിട്ടുണ്ട്. അപ്പം ഈ മാനസിക ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 121 പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് ഇപ്പോൾ സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ടീമിനെ രൂപീകരിച്ചത്. ആശുപത്രികള്, ദുരിതാശ്വാസ ക്യാമ്പുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ എന്നിങ്ങനെ വ്യത്യസ്തമായ തോതുകളിലാണല്ലോ മനുഷ്യന്മാരുള്ളത്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പ്രത്യേകം ആ മേഖലയിൽ എഫിഷ്യൻ്റായ ആളുകളെ കൊണ്ടാണ് അവരെ പരിഗണിപ്പിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ തിരിച്ചറിയൽ കാർഡ് ഉള്ള ആളുകൾക്കാണ് സേവനത്തിന് ഇപ്പോൾ അനുവാദമുള്ളത്. ഇതിനായി സൈക്കാട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ലിനിക്കുകൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർമാർ, അതുപോലെ കൗൺസിലർമാർ ഇവരൊക്കെ അടങ്ങുന്ന അംഗീകൃതമായ മാനസികാരോഗ്യ പ്രവർത്തകരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്തബാധിതരെ കേൾക്കുകയും അവരുടെ പ്രയാസവും പ്രശ്നവും എന്താണ് എന്ന് ആദ്യം നമുക്ക് നല്ല ശ്രോതാക്കളാകാം. അവരുടെ ഉള്ളിലുള്ളത് അവർ പറഞ്ഞു തീരട്ടെ, അതിനുശേഷം അവർക്ക് ആശ്വാസം ഏകുകയും ചെയ്യുക എന്നതാണ് ഈ ടീമിന്റെ പ്രാഥമികമായ ബാധ്യത.
മാനസിക സാമൂഹിക ഇടപെടലുകൾ ഊർജിതമാക്കി സാധാരണ നിലയിലേക്ക് ദുരിതബാധിതരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമം. ഇതോടൊപ്പം മാനസിക അസ്വാസ്ഥ്യമുള്ളവരെയും മാനസിക രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്ന ആളുകളെയും കണ്ടെത്തി ചികിത്സ നൽകും. മദ്യം, ലഹരി ഉപയോഗത്തിൻ്റെയൊക്കെ വിഡ്രോവൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സയും നൽകി വരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടിയിടം എന്ന പേരിലാണ് ഇപ്പോൾ പുതിയ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. കുട്ടികളെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ക്യാമ്പുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് തടയുക, ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കുക എന്നിവയും പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. കുട്ടികൾക്ക് വിവിധ കളികളിലും ചിത്രരചന, കളറിങ് തുടങ്ങിയ വിനോദങ്ങളിലും ഏർപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് കുട്ടിയിടം. അവരുടെ മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ശ്രദ്ധ മാറ്റേണ്ടതുണ്ട്. ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മേപ്പാടി സെന്റ് ജോസഫ് UP സ്കൂൾ, അതുപോലെ മേപ്പാടിയിലെ തന്നെ സെന്റ് ജോസഫ് ഹൈസ്കൂൾ, കൽപ്പറ്റ SKMJ HSS, ചുണ്ടേൽ RC LP സ്കൂൾ, കോട്ടനാട് UP സ്കൂൾ, കാപ്പംകൊല്ലി ആരോമ ഇൻ, അരപ്പറ്റയിലെ CMS റിപ്പൺ ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി HSS, കൽപ്പറ്റ SDM LP സ്കൂൾ, തൃക്കൈപ്പറ്റ സെന്റ് തോമസ് പള്ളി, കൽപ്പറ്റ ഡീപോൾ, മേപ്പാടി GLP സ്കൂൾ, ഇങ്ങനെ ഇവിടങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളൊക്കെ തേടിപ്പിടിച്ച് ഇപ്പോൾ അവരെ കുട്ടിയിടം പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ് സർക്കാർ. ഈ സമയത്ത് തന്നെ വലിയ രൂപത്തിൽ മറ്റൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കാണാതായവരുടെ വിവരം തേടി തദ്ദേശ വകുപ്പ് ഉന്നത യോഗം ചേർന്നിട്ടുണ്ട്. അതായത് ഇനി എത്ര പേരെയാണ് കാണാനില്ലാത്തത്? പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലോ സർക്കാർ സംവിധാനങ്ങളിലോ ജില്ലാ ഭരണകൂടത്തിലോ ഒന്നും അതിന്റെ കണക്കുകളില്ലെന്ന് പറയുമ്പോൾ ഇതിൽ ദുരൂഹതകളുണ്ട് എന്ന് ആരോപിക്കേണ്ടി വരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കാൻ തദ്ദേശ വകുപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് കാണാതായ ആളുകളെ കുറിച്ചിട്ടുള്ള വിവരശേഖരണം നടത്തുന്നു. എന്നിട്ടത് പട്ടിക തയ്യാറാക്കുന്നു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം, ഇതുവരെ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കുകൾ തയ്യാറാക്കണം. അങ്ങനെ കൗൺസിലർമാരുടെയും മാലിന്യ ശേഖരണ പ്രവർത്തകരുടെയും ഒക്കെ ഏകോപനം തുടങ്ങിയ വിവിധ ചുമതലകളും വകുപ്പ് ഏറ്റെടുക്കുമെന്നാണ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ വകുപ്പിന്റെ ഉന്നത തല യോഗം ഇന്ന് കൽപ്പറ്റയിൽ ചേർന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ഇവിടെ 1721 വീടുകളിലായി 4833 പേർ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കുകൾ. 10ാം വാർഡായ അട്ടമലയില് 601 കുടുംബങ്ങളിലായി 1424 പേരും, 11ാം വാർഡായ മുണ്ടക്കയിൽ 451 കുടുംബങ്ങളിലെ 1247 പേരും, 12ാം വാർഡായ ചൂരൽമലയില് 671 കുടുംബങ്ങളിലെ 2162 പേരുമാണ് താമസിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ പ്രകാരമുള്ള അംഗസംഖ്യ. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനിൽ കിട്ടുന്നത് കൊണ്ട് ഇവ ലഭ്യമാക്കാൻ മറ്റ് തടസ്സങ്ങളില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം, നിലവിലുള്ള വീടുകളുടെയും കിണർ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും ശുചീകരണം തുടങ്ങിയവയ്ക്കും വകുപ്പ് മുന്നിട്ടിറങ്ങും. കുടുംബശ്രീയുടെ സഹായവും ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. രക്തപരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളവർക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. മക്കള്,
പേരക്കുട്ടികള്, മാതാപിതാക്കള്, മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത രക്തബന്ധമുള്ളവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ശേഖരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനുജ മെറിൻജോയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഞ്ചായത്ത് ഹാളിലുമാണ് രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നത്. അടുത്ത ദിവസം മുതൽ മേപ്പാടി MSA ഹാളിലും രക്തസാമ്പിളുകൾ ശേഖരിക്കും. ദുരന്ത മേഖലയിൽ ULCCSന്റെ നേതൃത്വത്തിൽ നടത്തിയ GIS മാപ്പിംഗിൽ തകർന്ന 25 കെട്ടിടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഉൾപ്പെടെയാണിത്. ഊരാളുങ്കൽ സൈബർ പാർക്കിൽ ഊരാളുങ്കൽ ടെക്നോളജിക്കൽ സൊല്യൂഷൻസിലെ അനന്തുവിന്റെ നേതൃത്വത്തിലാണ് മാപ്പിംഗ്. പുഞ്ചിരിമട്ടത്തെ തകർന്ന വീടുകൾ, പുഴയുടെ സ്ഥാനം തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് മാപ്പിംഗ്. നേരത്തെയുള്ള സാറ്റലൈറ്റും മാപ്പും അതിനുശേഷമുള്ള ഡ്രോൺ പരിശോധനയിലെ വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് പരിശോധന. ഇവ തമ്മിൽ താരതമ്യം ചെയ്തിട്ടുള്ള മാപ്പ് കിട്ടിയ ശേഷം ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് മാപ്പിംഗ് തുടങ്ങിയത് തന്നെ. എന്നാൽ ഇതേ സാഹചര്യത്തിൽ മറ്റൊരു രൂക്ഷമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി. ഈ ദുരന്തത്തിൽ കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായ ഭൂപേന്ദർ യാദവ്. അനധികൃത ഖനനവും അനധികൃത മനുഷ്യവാസവുമാണ് വയനാട് ഉരുൾപൊട്ടലിന് കാരണമായതെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. ദുരന്തം നടന്ന സ്ഥലത്തെ അനധികൃത മനുഷ്യവാസത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് പ്രാദേശിക രാഷ്ട്രീയക്കാരാണ്. ടൂറിസത്തിന്റെ പേരിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ, കാരണം ഇപ്പൊ ഈ ദുരന്തം നടന്നിരിക്കുന്നത് പരിസ്ഥിതി ലോല മേഖലയാണ്. ഇവിടെ കയ്യേറ്റങ്ങൾക്ക് ഇവരെ അനുമതി നൽകിയെന്നും മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്ത ഭൂമിയിൽ തദ്ദേശ ഭരണകൂടങ്ങളുടെ സംരക്ഷണയിലും സഹായത്തോടെയും അനധികൃത ഖനനവും താമസവും നടന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. പരിസ്ഥിതി ലോല മേഖലകൾക്കായി സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്നും ഭൂപേന്ദർ യാദവ് കൂട്ടിച്ചേർത്തു. വാർത്താ ഏജൻസിയായ NIA പ്രതികരിക്കുമ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ രൂക്ഷമായ വിമർശനം എത്തിയത്. ഇത് ഒരുപാട് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇതാരാണ് എന്നത് അറിയേണ്ടതുണ്ട്. ഇവരുടെ അടുത്തതോ അകന്നതോ ആയ ഏതെങ്കിലും ഒരു ബന്ധു ഇവരെ തിരിച്ചറിയണ്ടേ? ഈ നാട്ടിൽ തന്നെയുള്ള ആരെങ്കിലും പരിചയക്കാരോ അങ്ങനെ ആരെങ്കിലും ഈ മൃതദേഹങ്ങളെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന അനധികൃത കുടിയേറ്റക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഇപ്പോ ഒരുപാട് സന്നദ്ധരായ സംഘടനകളും വ്യക്തികളും ബിസിനസ്സുകാരും സാധാരണക്കാരും പ്രവാസികളും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വയനാടിനെ പുനർനിർമ്മിക്കാൻ, വയനാടിന്റെ വേദന അകറ്റാൻ അവരെ മാറോട് ചേർത്ത് നിർത്തുന്നുണ്ട്. വയനാട്ടിലെ പുനരധിവാസം സമഗ്രമായ ഫാമിലി പാക്കേജിനായി പാക്കേജായി തന്നെ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഈ പിരിക്കുന്ന പണം ദുരന്ത ബാധിതർക്ക് തന്നെ കിട്ടണമെന്ന് ഉറപ്പുവരുത്തണം എന്നും അതിനൊരു സുതാര്യത ഉണ്ടാകണമെന്നും VD സതീശൻ പറഞ്ഞു. ഈ ദുരന്ത ബാധിതർക്ക് ഇത് കഴിഞ്ഞാലും വീട് നൽകാൻ ആളുണ്ടാകും, അവർക്ക് സഹായങ്ങൾ നൽകാൻ ആളുണ്ടാകും, പക്ഷെ അവർക്കൊരു തൊഴിൽ നൽകണമെന്നും VD സതീശൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ, അവർക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമല്ലോ. അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ആ മേഖലയിൽ. അവർക്ക് ഇനിയും സ്വന്തമായിട്ടൊരു തൊഴില് ചെയ്യാൻ പറ്റില്ല, അത് കണ്ടുപിടിക്കാനും സാധിക്കില്ല. അവരെ സഹായിക്കണം. കുറെ പേർക്ക് തൊഴിൽ കണ്ടെത്തേണ്ടി വരും. കർഷകരായിരുന്ന ആളുകൾക്ക് കൃഷി ചെയ്യാൻ ഭൂമി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വളരെ കരുതലോടുകൂടിയാണ് കേന്ദ്രം, ലോകത്തിന്റെ മനുഷ്യ മനസാക്ഷി വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്തു പിടിക്കുന്നത്. കരുതൽ എന്ന് പറഞ്ഞാൽ താൽക്കാലിക കരുതലല്ല. കേരളത്തെ നടുക്കിയിരിക്കുകയാണ് മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ. ഇപ്പോൾ മരണം
387 ഇതിൽ 172 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരിൽ 8 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് അറിഞ്ഞത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 221 പേരാണ് മരിച്ചത്. ഇനിയും 180 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഇന്നും തുടരും. അതേസമയം ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. എണ്ണം കൂടുന്നത് വലിയ രൂപത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലാണ് പുതിയ നടപടി. ഇതിനിടയിൽ തുടർച്ചയായ അവധികൾക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്നറിയുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറക്കുന്നത്. കാരണം കുട്ടികൾ ഇതിനകത്ത് ഇങ്ങനെ വ്യാപൃതരാണ്. അവർക്കൊരു ചേഞ്ച് കൊടുക്കുക എന്നതുകൊണ്ടായിരിക്കണം. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കു വേണ്ടി ചാലിയാർ പുഴയിൽ ഇന്നും ജാഗ്രതയോടുകൂടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും 8 മണിയോടുകൂടി തെരച്ചിൽ സംഘം ഇറങ്ങി. ഇന്നും തെരച്ചിലിന് പോയി വനത്തിൽ അകപ്പെട്ട ആളുകൾ ഇന്ന് തിരികെ എത്തും. സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറയിൽ കണ്ട മൃതദേഹം എടുക്കുന്നതിലുണ്ടായ താമസത്തെ തുടർന്നാണ് ഇവരുടെ തിരിച്ചുവരവ് തടസ്സപ്പെട്ടത്. കാട്ടാനയുടെ ശല്യമുള്ളതുകൊണ്ട് രാത്രി തിരികെ എത്തുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. 18 പേരാണ് സംഘർഷത്തിലുള്ളത്. സുരക്ഷിതരാകണമെന്നും രാവിലെ തന്നെ തിരികെ എത്തണമെന്നും പോലീസിനെ ഇവർ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് എത്തുമെന്നും പറഞ്ഞു. ആലോചിക്കണം, പ്രകൃതി ദുരന്തങ്ങൾ ഏറുന്നുണ്ട്. കാട്ടാന മാത്രമാണോ, മറ്റേതെങ്കിലും വന്യജീവി ഇറങ്ങുമോ എന്നറിയില്ല. ഇവിടെയൊക്കെ സൈനികരാണ് ഇറങ്ങിയിട്ടുള്ളത്. സൈനികരോട് നമ്മൾ ഏത് ഭാഷയിൽ നന്ദി പറഞ്ഞാലും ശരി മതിയാവില്ല. റഹീമേ, ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിട്ടേ ഉമ്മായെ വിളിക്കുകയോ ഓമന പേരുകളൊക്കെ ചെല്ലേ. ഇന്നലെ എൻ്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു ഇവരുടെ കമന്റുകൾ വായിക്കണ്ടാന്ന്. ഇത്തരം അഗ്ലി കമന്റ്സ് ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇത് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയണത് മാത്രമേ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ കമന്റുകൾ ആളുകൾ കാണുന്ന പോലുമില്ല. അപ്പൊ പിന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. എല്ലാവരും പറഞ്ഞു. ഇവരെ അർഹിക്കുന്ന അവഗണന കൊടുക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. പറ്റാത്ത ആളുകളെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം ചില ആളുകളെ വീട്ടിൽ പഠിക്കുന്ന സംസ്കാരമുണ്ടല്ലോ, എവിടെയും അവരത് തന്നെ എടുത്ത് പ്രയോഗിക്കും. അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ലെന്ന് മാത്രമല്ല, അവർ മാറില്ല. ചെറിയ പ്രായം മുതലേ വീട്ടിൽ എന്താടാ ഡാഷ് മോനെ എന്ന് വാപ്പ വിളിക്കും, ഡാഷ് മോനെ എന്ന് വിളിക്കും. അപ്പം മക്കൾ തിരിച്ചു പറയും നീ തന്നെയാടാ ഡാഷ്. ഈ രൂപത്തിൽ വളർന്നു വന്നതാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ ഒരുപാട് രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് കേരളത്തിനെതിരെ. അനധികൃതമായ കയ്യേറ്റവും ഖനനവുമാണ് ഈ ലോല പ്രദേശത്ത് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായത് എന്ന് കേന്ദ്രമന്ത്രിയാണ് വിമർശിക്കുന്നത്.
ഈ ദുരന്തത്തിൽ തിരിച്ചറിയാത്ത മുഴുവൻ മൃതദേഹങ്ങളും ഇന്ന് സംസ്കരിക്കുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ അറിയിപ്പ്. കാരണം അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ഇനിയും ഇത് വെച്ച് സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ രൂപത്തിലുള്ളത് 31 മൃതദേഹങ്ങളും 150 ശരീരഭാഗങ്ങളുമാണ്. ഇത് പുത്തുമലയിൽ സംസ്കരിക്കും. വൈകുന്നേരം 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പുത്തുമലയിൽ സംസ്കരിച്ചിരുന്നു. 160 ശരീരഭാഗങ്ങളാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെടുത്തത് എന്ന് മന്ത്രി റിപ്പോർട്ട് ചെയ്തു. ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയാണ് ലഭിച്ചത്. ഒരുമിച്ച് സംസ്കരിക്കാൻ കഴിയില്ല. ഓരോ ശരീരഭാഗങ്ങളും പ്രത്യേകം സംസ്കരിക്കും. DNA നമ്പർ നൽകും. 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ താമസമുണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. ഉരുൾപൊട്ടലിൽ ഇതുവരെ 404 പേര് മരിച്ചതായിട്ടാണ് അനൌദ്യോഗികമായ കണക്ക്. 222 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 38 പേർ കുട്ടികളാണ്. 220 മൃതദേഹങ്ങളും 183 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. കാണാതായവർക്കായി അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് ഇന്നും തെരച്ചിൽ തുടരുന്നത്. മീററ്റിൽ നിന്ന് സൈന്യവും പ്രത്യേക പരിശീലനം നേടിയ 4 നായകളും തെരച്ചിലിന്റെ ഭാഗമാകും. ഡ്രോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട്. എന്ത് ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും മനസ്സിനൊരു വിങ്ങല് തന്നെയാണ്. ചില ആളുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഒരു പ്രജീഷ് 2 തവണ ആ താറന്നാന്ന് തോന്നുന്നു ജീപ്പ്, അത് നിറയെ ആളുകളെ കൊണ്ടുവന്നു രക്ഷപ്പെടുത്തി. 3-ാമത്തെ തവണ പോകുമ്പോൾ ആളുകൾ പറഞ്ഞു, പോകല്ലേ, വെള്ളം മുകളിൽ നിന്ന് വളരെ കുത്തനെ ഒഴുകുന്നുണ്ട്. പോയി പിന്നീട് പ്രജീഷ് തിരിച്ചു വന്നില്ല. സ്വന്തം ജീവനാണ് നൽകിയത്. പ്രജീഷിന്റെ ആരെങ്കിലും ആണോ ഇത്? അല്ല. ഇന്ത്യൻ ആർമി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരുടെ ഉറ്റവരോ ഉടയവരോ ഒന്നുമല്ല ഇത്. പക്ഷേ അവരുടെ ആരോ ആണ്. അവർക്കിതൊരു സേവനമാണ്. രാജ്യത്തെ സംബന്ധിച്ച്, രാജ്യത്തിനു വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് പിറക്കാത്ത ഉമ്മയ്ക്ക് പിറക്കാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണം. ആ ഉത്തരവാദിത്വമാണ് ഇന്ത്യൻ ആർമി ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മുസ്ലിം പ്രഭാഷകൻ, നവാസ് മന്നാനി എന്നാണ് ആ മലരന്റെ പേര്, അവൻ പറഞ്ഞു, ഇന്ത്യൻ ആർമി നമ്മുടെ നാട്ടിലെത്തിയാൽ അവര് ബലാത്സംഗം ചെയ്യും, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബലാത്സംഗം ചെയ്യും, വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ അടിക്കും, ഇടിക്കും, കൊല്ലും, പീഡിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാല് അവനെ കയറിൽ കെട്ടി ഈ പുഴയ്ക്കകത്തേക്ക് താഴ്ത്തണം, എന്നിട്ട് മുങ്ങിയെടുക്കാൻ പറയണം. ആരെങ്കിലും ഉണ്ടോന്നറിയാമല്ലോ. ഇന്ത്യൻ ആർമിയെ പോലെ ഒരു ചെറിയ നൂൽക്കമ്പിയിലൂടെ കെട്ടിയിറക്കണം, അന്വേഷിക്കാൻ പറയണം. എന്തായിരുന്നാലും വയനാട്ടിൽ എത്ര പേര് ബലാത്സംഗത്തിന് ഇരയായി എന്ന് നോക്കാൻ അവനെ അവിടെ കൊണ്ടുവരണം. കാരണം ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ. ശരിക്കു പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എത്ര രാജ്യദ്രോഹ കുറ്റം അവനൊക്കെ എതിരെ ചുമത്തപ്പെടുമായിരുന്നു. എതിർഭാഗത്തുള്ളത് ഇങ്ങനെയുള്ള തീവ്രവാദികളാണെങ്കിൽ മുസ്ലിം വേട്ട, അവനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷനുമായി സർക്കാർ മുന്നോട്ട് പോയാൽ, വ്യക്തികളോ സംഘടനകളോ മുന്നോട്ട് പോയാൽ, മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് ഇവർ നെഞ്ചിലിടിച്ച് നിലവിളിക്കും. ഈ ലൈവിൽ നിൽക്കുന്ന ആളുകൾ ഈ മെസ്സേജ് ഒക്കെ ഹെൽഡ് ആകുന്നത് കാണുന്നുണ്ടോ? എന്തെന്നറിയാമോ? മുമ്പൊക്കെ വന്ന് അനാവശ്യങ്ങളും തെറികളും പറഞ്ഞ ആളുകളെ ഞാൻ ഹൈഡാക്കി വെച്ചതാണ്. അവരെത്ര കമന്റുകൾ ഇട്ടാലും ഇനിയും കമന്റ് കാണാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? വീട്ടിൽ നല്ല സംസ്കാരം ശീലിച്ചിട്ടില്ല. നല്ല തന്ത ഉണ്ടാക്കണം, നല്ല തന്തയ്ക്ക് ജനിക്കണം, നല്ല തള്ള പ്രസവിച്ച് നല്ല സംസ്കാരം കൊടുത്ത് വളർത്തിയാൽ മാത്രമേ
പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ എന്തു പറയണം, എന്തു പറയാൻ പാടില്ല എന്ന് മനസ്സിലാവും. ഒരു 3 വയസ്സ് മുതൽ ഇവർ പഠിക്കുന്നത് മുഹമ്മദിയൻ സിദ്ധാന്തങ്ങളാണ്. മമ്മദിന്റെ പെണ്ണുപിടിയും കാമഭ്രാന്തും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മുറിയൻ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാവണം? ഇങ്ങനെ പറയാനേ അവർക്ക് പറ്റൂ. അവർക്ക് ഇന്ത്യൻ ആർമിയെ പിടിക്കുമോ? ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള വളർച്ച ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. SN എൻട്രിക്ക് പോകാനായി. ഇപ്പൊ ബൈ പറഞ്ഞു പോകാം. ഒരിക്കൽ കൂടി നീ ഇതേ കമന്റ് ഇട്ടാല് ഇനി നിന്റെ കമന്റ് ഓപ്പൺ ആകത്തില്ല. ഇടറ ഒന്നും കൂടെ. ശരി എന്നാ ബൈ, പോയിക്കോ. നിന്റെ കഴിവേ ഉമ്മായോട് പോയി തെളിയിക്കച്ചല്ലേ. മര്യാദ എന്താണെന്ന് അറിയില്ല. എന്താണെന്നറിയോ ഇവരിങ്ങനെ ആയി പോകുന്നത്? ഇവർ മിണ്ടിയാലുടനെ ലൈംഗിക ചിന്തകൾ ഇവർക്ക് വരുന്ന കാരണം 3 വയസ്സ് മുതൽ മദ്രസയിൽ പോകും. അല്പം തടിയും കുറച്ച് ചന്തവും ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ അന്ന് മുതൽ ഉസ്താദ് പിടിച്ച് കമിഴ്ത്തി കിടത്തു തുടങ്ങും. ആൺകുട്ടികളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ ഉസ്താദിന് തടവി കൊടുക്കണം, ഉസ്താദും തടവും. ഇങ്ങനെ ശീലിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഇത് പറയുന്നത് മോശമാണോ? അതല്ല നല്ലതാണോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മുഹമ്മദിന്റെ സംസ്കാരത്തെ കുറിച്ചിട്ടല്ലേ അവർ മനസ്സിലാക്കുന്നത്? ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. മുഹമ്മദിന്റെ ഈ കാമഭ്രാന്താണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മുഹമ്മദിനെ ഇഷ്ടം പോലെ ഭാര്യമാരും വേപ്പാട്ടികളും ദാനം കിട്ടിയ ശരീരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കണ്ടും കേട്ടും പരിശീലിച്ചും, പിന്നെ വീട്ടിലാണെങ്കിലും ശരി, വാപ്പായ്ക്കും ഉണ്ടാകും വീട്ടിനകത്ത് ഇഷ്ടം പോലെ വെപ്പാട്ടികൾ, വലങ്കൈ ഉടമപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ടാകും. അൻസിയ റഷീദെ, മുഹമ്മദിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണോടി ഇത്? ആണോ? അപ്പിക്കുപ്പായക്കാരികൾക്ക് കൃഷി ചെയ്യാൻ മുട്ടുന്നെന്ന് തോന്നുന്നു. ചെല്ലടി ചെല്ല്. കൃഷിഭൂമി വെറുതെ തരിശാക്കി കളയണ്ട. ചെല്ല്. കലപ്പയുമായിട്ട് മറ്റവന്മാര് വരൂ. ഇപ്പോ ഇവിടെ ജൂലൈ 30 വയനാട് ജില്ലയിലെ മേപ്പാടിക്ക് സമീപമുള്ള മലയോര മേഖലകളിലുണ്ടായ ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് എമർജൻസി വിഭാഗത്തെ ആദ്യം അറിയിച്ചത് വയനാട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഒരു വനിതാ ജീവനക്കാരിയായ നീതു ജോജോ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കാൻ തയ്യാറായ ആൾക്കാർ. ഈ നിപ്പ വൈറസ് വന്ന സമയത്ത് നമ്മൾ കണ്ടു, ലിനി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും അവർക്ക് പകർച്ചവ്യാധിയാണ്, അവരെ നോക്കാൻ മടിച്ചു നിന്നപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അവരെ കേരളം ആദരിച്ചു. കാരണം എന്താണെന്നറിയാമോ? സ്വന്തം ജീവനേക്കാൾ അപരന്റെ ജീവൻ ഈ നാടിന് വിലപ്പെട്ടതാണ് എന്ന വലിയ ഒരു മൂല്യമാണ് അവർ നൽകുന്നത്. അതുപോലെ ഇന്ന് കേരളത്തിന്റെ കണ്ണീരോർമ്മയായി മാറുകയാണ് ഈ നീതു ജോജോ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ. അവര് ഈ സ്വകാര്യ ആശുപത്രിയിലെ ഒരു വനിതാ ജീവനക്കാരിയാണ്. രക്ഷാപ്രവർത്തകർക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചൂരൽമലയിൽ ഉണ്ടായ ആദ്യ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ ഇവർക്കും മറ്റ് നിരവധി ആളുകൾക്കും സഹായം അഭ്യർത്ഥിച്ച നീതുവിന്റെ കോൾ റെക്കോർഡിംഗ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ആ കോൾ റെക്കോർഡിങ്ങില് സമീപത്ത് താമസിച്ചിരുന്ന 6ഓളം കുടുംബങ്ങൾ തൻ്റെ വീട്ടിൽ അഭയം തേടിയതായിട്ട് അവർ അറിയിച്ചു. മണ്ണിടിച്ചിലില് കാറുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളാൽ ചുറ്റപ്പെട്ട തൻ്റെ വീടിനുള്ളിൽ വെള്ളം ഒഴുകുന്നുണ്ടെന്നും അവർ പറയുന്നതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ചൂരൽമലയില് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സ്കൂളിന് പുറകിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളെ സഹായിക്കാൻ ആരെയെങ്കിലും അയക്കാമോ? അവരുടെ ചോദ്യമാണ്. ഇന്ന് ഇത് കേൾക്കാൻ അവരില്ല. ജീവനക്കാര് അവരിൽ നിന്ന് എല്ലാ വിശദാംശങ്ങളും ചോദിച്ചറിയുകയും രക്ഷാപ്രവർത്തകർ വരുന്നുണ്ട്, സമാധാനമായി ഇരിക്കുക എന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. താൻ ജോലി ചെയ്തിരുന്ന
ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ വിളിക്കുന്നതിന് മുമ്പ് പലരോടും എമർജൻസി കോളുകൾ വിളിച്ചിരുന്നതായും നീതു ജീവനക്കാരോട് പറഞ്ഞു. നീതു ആദ്യം വിളിച്ചവരിൽ ഒരാളാണ് താനെന്ന് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ DGM ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ PTIയോട് പറഞ്ഞു. അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. സഹായത്തിനായി വിളിക്കുകയായിരുന്നു. ഞാൻ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ ആംബുലൻസ് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന് അത്രയും കാര്യങ്ങളെ അറിയൂ. പക്ഷേ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആംബുലൻസ് ഡ്രൈവറും മറ്റൊരു ജീവനക്കാരനും അവരുമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നെങ്കിലും രണ്ടാമത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ചൂരൽമല പാലം ഒലിച്ചു പോയതുകൊണ്ട് ആംബുലൻസുകൾക്കും മറ്റ് രക്ഷാപ്രവർത്തകർക്കും നീതുവിന്റെ അടുത്തെത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ മരണമുഖത്ത് നിന്ന് ഒരു വലിയ അറിയിപ്പ് നൽകിയിട്ട് നീതു ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണത്തിൽ അന്തം വിട്ട് ഭയചകിതയായി നിൽക്കാതെ തന്നെ കൊണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് സാധിക്കുന്നത് അതവര് ചെയ്തു. എന്നാലും നീതുവിന്റെ ഭർത്താവും കുട്ടിയും അമ്മായിയമ്മയും മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 5 ദിവസത്തിന് ശേഷമാണ് നീതുവിന്റെ മൃതദേഹം ചാലിയാറിൽ നിന്ന് ലഭിച്ചത്. ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടിട്ടാണ് നീതുവിനെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. മേപ്പാടി CHCയിൽ എത്തിച്ച മൃതദേഹം ഭർത്താവ് ജോജോ ഏറ്റുവാങ്ങി. ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കാരം നടത്തി. മണ്ണിടിച്ചിലിൽ ആശുപത്രിയിലെ മറ്റു 3 ജീവനക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 387 ആണ്. നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇങ്ങനെ മനസ്സിന്റെ വിങ്ങലിൽ നിൽക്കുമ്പോൾ കേന്ദ്രം നല്ല രൂപത്തിൽ കേരളത്തിനൊരു അടിയും കൊടുത്തിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലില് സംസ്ഥാന സർക്കാരിനെ പഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. കേരളത്തിനെതിരെ കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് വന്നത്. ലോല പ്രദേശമാണല്ലോ, അവിടെ എങ്ങനെയാണ് നിങ്ങൾ കുടിയേറ്റം ആരംഭിച്ചത്? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലുള്ള വിമർശനങ്ങളും ഈ സാഹചര്യത്തിൽ കണക്കിലെടുക്കില്ല. ഇപ്പോ വേണ്ടത് കേരള സർക്കാരിന്റെ പരിസ്ഥിതി ലോല മേഖലയിലെ കയ്യേറ്റത്തെക്കുറിച്ച് സംസാരിക്കലല്ല. അതൊക്കെ നമുക്ക് സംസാരിക്കാനും വിമർശിക്കാനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇപ്പോ അനധികൃതമായ ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയോ ഇല്ലേ അതൊന്നും അറിയില്ല. ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ആരോഗ്യം വേണം, മാനസികാരോഗ്യം വേണം. ആ ദുരന്തത്തെ സംബന്ധിച്ച് അവരെ ഒന്ന് മറപ്പിച്ച് ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ച് സാധാരണ സാഹചര്യത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാനാ വിഭാഗത്തിൽപ്പെട്ട മനസാക്ഷി മരിക്കാത്ത മനുഷ്യരും ഈ ദുരന്തത്തിൽ പങ്കുചേരുകയാണ്. ഈ ദുരിതബാധിതർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഉരുൾപൊട്ടലിലും നിരവധി പേർ മരിച്ചതും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതും മാർപ്പാപ്പ അനുസ്മരിച്ചു. ജീവൻ നഷ്ടമായവർക്കും ദുരിതത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി തന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം നൽകി. പ്രാർത്ഥനയ്ക്കപ്പുറം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യാതിരിക്കില്ല, ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു നോവായി മാറുകയാണ് 385ഓളം ആളുകൾ മരിച്ച ഈ ദുരന്തം. ഈ ഭൂമിയിൽ ചാലിയാറിൽ തിരച്ചിലിനിടയിൽ ഇന്നലെ 28 മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ 172 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരിൽ 8 പേരുടെ മൃതദേഹം മാത്രമാണ് സംസ്കരിച്ചത്. ശേഷിച്ച ആളുകളുടെ സംസ്കാരം ഇന്ന് നടക്കും. ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് 221 പേരാണ് മരിച്ചത്. ഇനിയും 180 പേരെ കണ്ടെത്താനുണ്ട്. ഇതിനോടകം തന്നെ തീരാ നോവായി ഒരുപാട് മനുഷ്യർ മാറുകയാണ്. ഒരു ചെറിയ കുഞ്ഞ്, അതുപോലെ കിങ്ങിണി തത്ത ഒച്ച വെച്ച ആളുകളെ ഉണർത്തി
വിനോദിൻ്റെ ഒരൊറ്റ വിളിയിലൂടെ രക്ഷപ്പെട്ടത് സുഹൃത്തുക്കളുടെ ഒരുപാട് കുടുംബങ്ങൾ. തന്നെയും കുടുംബത്തെയും രക്ഷിച്ചത് ഒരു തത്തയുടെ ശബ്ദമാണ് എന്ന് ഒരു യുവാവ് പറയുക. അങ്ങനെ വിനോദിന് തൻ്റെ തത്തയോട് മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹമാണ്. ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പ് ചൂരൽമല സ്വദേശിയായ കിഴക്കേപ്പറമ്പിൽ KM വിനോദിന് നൽകിയത് അരുമയായി അയാൾ വളർത്തിയ തത്ത കിങ്ങിണിയാണ്. പ്രകൃതി ദുരന്തം മുൻകൂട്ടി കണ്ട് തത്ത ഭയങ്കരമായി ഒച്ച വെച്ചതോടെ വിനോദിന്റെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്താൻ സാധിച്ചത്രേ. അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഈ ദുരന്തത്തിൽ തീരാ നോവായി അവശേഷിക്കുമ്പോൾ നമുക്കറിയില്ല ഇവർ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഉറ്റവരും ഉടയവരും ഇന്നലെ നമ്മൾ എല്ലാവരും ഓരോ ദിവസവും കിടന്നുറങ്ങുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ്, ഒരുപാട് സ്വപ്നങ്ങളോടെയാണ്. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇന്ന ദിവസം റിപ്പോർട്ട്, ഇന്ന ദിവസം നമുക്ക് ചെയ്തു തീർക്കണം, ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവരുറങ്ങിയത് അവസാനത്തെ ഉറക്കമായിരുന്നു. പിന്നീട് ഇവർക്ക് ഉണരേണ്ടി വന്നിട്ടേയില്ല. ഇവര് ഉണർന്നു നോക്കുമ്പോൾ പലരും ഇല്ല. ഇന്നലെ കെട്ടിപ്പിടിച്ച് കിടന്ന പല ആളുകളും ജീവനില്ലാതെ പുഴയിലൂടെ ഒഴുകി നടക്കുന്നു. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ഒഴുകി നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഇവരുടെ മനസ്സിൽ നിന്ന് വേഗം പോകുന്നത്? ഈ സാഹചര്യത്തിൽ കേരളം മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ മാത്രമല്ല, ഒരുപാട് മനുഷ്യർ ഈ ദുരന്തത്തിൽ പങ്കുചേരുന്നു. പ്രകൃതി ദുരന്തത്തിൽ തൻ്റെ ഉറ്റവരും ഉടയവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വപ്നഗ്രഹങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോയ വയനാട് ജനതയ്ക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് UAE-യിലെ ഇമറാത്തി സഹോദരിമാർ വൈറലാകുന്നു, മനസാക്ഷിയുടെ മാതൃകകളാകുന്നു. മലയാളം പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ നൂറയും മറിയയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സംഭാവന നൽകിയ തുക വെളിപ്പെടുത്താൻ ഇവർക്ക് താല്പര്യമില്ല. മലയാളം സംസാരിച്ചിട്ടുള്ള വീഡിയോകളിലൂടെ അതുപോലെ റീൽസുകളിലൂടെയുമൊക്കെയാണ് ഇവർ രണ്ടുപേരും മലയാളികൾക്ക് സുപരിചിതരായത്. ഇവരുടെ വീഡിയോകൾക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ നടൻ മമ്മൂട്ടി നായകനായ ടർബോ സിനിമയിൽ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയ സമയത്ത് പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയതും ഇവരായിരുന്നു. മലയാളികളുടെ ആഘോഷ പരിപാടികളിലും നിറസാന്നിധ്യമാണ് ഈ ഇമറാത്തി സഹോദരിമാർ. കേരളത്തിലുണ്ടായ ഈ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ രണ്ടുപേരും തങ്ങളാലാവുന്ന സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രവാസി സമൂഹവും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായവുമായി വയനാട് ആ ദുരന്ത മേഖലയിൽ അവരോടൊപ്പം തന്നെ മനസ്സുകൊണ്ട് സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അവരുടെ അടച്ച് പൂട്ടിക്കിടക്കുന്ന വീടുകൾ വിട്ടു നൽകാനും മാസം അവർക്ക് വേണ്ടുന്ന ഭക്ഷണ ചെലവിനായി ഒരു നിശ്ചിത തുക നൽകാനും പ്രവാസികൾ തയ്യാറാകുന്നു. അങ്ങനെ ചേർത്തു പിടിച്ച് ഒരുമിച്ച് നിന്ന് വയനാടിനെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള മനുഷ്യന്മാരുടെ ശ്രമമാണിത്. ഇവരെ സഹായിക്കാൻ പാകിസ്ഥാൻ സ്വദേശിയും എത്തി വൈറലാകുന്നു. കോട്ടയത്തുകാരിയായ ശ്രീജയെ വിവാഹം ചെയ്ത ഒരു പാകിസ്ഥാൻ സ്വദേശി തൈമൂർ താരിഖാണ് സാമ്പത്തിക സഹായം നൽകിയത് കേരളത്തിന്. ശ്രീജയും തൈമൂറും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. എത്ര രൂപയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. UAE-യിലെ അജ്മാനിലാണ് ശ്രീജയും തൈമൂറും ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യ മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ ആളുകളും ഈ ദുരന്തത്തിൽ, ഈ ദുരിതത്തിൽ പങ്കുചേരും. ഇനി എനിക്ക് മറ്റൊരു വസ്തുത കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ ദുരന്തം, വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഈ ദുരന്തം പരിസര പ്രദേശങ്ങളിലൊക്കെ ദുരന്തമുണ്ടായിട്ടുണ്ട്. ചിലത് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ചിലത് മുണ്ടക്കൈയുടെയും
ചൂരൽമലയുടെയും ദുരന്തത്തിൽ ആ വാർത്തകൾ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇതില് ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തത്തില് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ ഉണ്ട്, VT മാത്യു. അദ്ദേഹം പറയുന്നു, 100 കണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്ന ശേഷം മടങ്ങി. മേജർ ജനറലിന് നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ DR മേഘശ്രീ യാത്രയയപ്പും നൽകി. ബാംഗ്ലൂരിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ പ്രവർത്തനങ്ങളും തെരച്ചിലിനും അദ്ദേഹം നിരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ദുരന്തം നടന്ന ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ്, എയർഫോഴ്സ്, NDRF തുടങ്ങിയ വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജൂലൈ 30 ഉച്ചയ്ക്ക് 12:30 ഇന്ത്യൻ കരസേന എത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു. ജൂലൈ 31 കേരള കർണാടക GOC, അതായത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VT മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും. 500ഓളം വരുന്ന സേനാ അംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയിലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ 300ഓളം പേരെയാണ് ദുരന്തമുഖത്ത് നിന്ന് എല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ഉടൻ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഇതോടൊപ്പം അടിയന്തിരമായ രക്ഷാപ്രവർത്തനത്തിനും നടപ്പാലവും നിർമ്മിച്ചു. അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ VT മാത്യുവും സംഘവുമായിരുന്നു. ഏകദേശം 500 പേരെയാണ് 2 ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തിയത്. 500 സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് പോലും കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൗത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നാണ് VT മാത്യു പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ജില്ലയിൽ എത്തുമെന്നും മേജർ ജനറൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഏഴുമുട്ടത്താണ് VT മാത്യുവിന്റെ ജനനം. തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു പഠനം. പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയിൽ പഠനവും പരിശീലനവും തുടർന്ന് ഇന്ത്യയിലെ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം. മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിൽ, അതായത് കാശ്മീരിൽ, ചൈന അതിർത്തിയിൽ കമാൻഡിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 2021 രാഷ്ട്രപതിയുടെ യുദ്ധസേവാ മെഡലും 2023 രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും ഈ മനുഷ്യൻ നേടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2 ദിവസം കൊണ്ട് 500 മനുഷ്യന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ ആർമിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ 500 പേരുടെ ജീവൻ ഇവര് രക്ഷപ്പെടുത്തിയ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബെയിലി പാലമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവര് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ ഇന്ത്യൻ ആർമി വയനാട് എത്ര പേരെയാണ് ബലാത്സംഗം ചെയ്തത് എന്ന് എണ്ണമെടുക്കാൻ നവാസ് മന്നാനി എന്ന് പറയുന്ന ആ വിദ്വേഷ പ്രസംഗകനെ, ആ രാജ്യദ്രോഹിയെ, ആ രാജ്യവിരുദ്ധനെ ആ നാട്ടിൽ കൊണ്ടുപോയി നിർത്തണം. എത്ര നമ്മുടെ മാതാപിതാക്കളായ വൃദ്ധന്മാരെയും വൃദ്ധകളെയുമാണ് ഇന്ത്യൻ ആർമി അടിച്ചു കൊന്നത് എന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കണം. കാരണം ഇവൻ അങ്ങനെയാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇന്ത്യൻ ആർമി പലപ്പോഴും അവരുടെ മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ മരിച്ചാലോ അവർക്കൊരു കുഞ്ഞ് ജനിച്ചാലോ ഒന്നും ഒരാഘോഷങ്ങളിലും അവർക്ക് എത്താൻ പറ്റാറില്ല. ഒരു വിയോഗങ്ങളിലും അവർക്ക് എത്താൻ പറ്റാറില്ല. അവരപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വസ്തുതകള്. എന്നിട്ട് ജീവൻ വരെ സമർപ്പിച്ച് എത്ര വലിയ പരിശീലനങ്ങളെ അതിജീവിച്ചിട്ടാണ് അവർ ആ പട്ടാള കുപ്പായം ഇടുന്നത്. അത്ര കഷ്ടപ്പെട്ട് രാജ്യത്തെ സേവിക്കാൻ ശരീരത്തിലൂടെ ഓടുന്നത് രാജ്യസ്നേഹമായിരിക്കണം. അങ്ങനെയുള്ളവർക്കേ അത്തരം സേവനങ്ങൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യുന്ന ആളുകളെ ബലാത്സംഖികളാണ് എന്ന് ഈ മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കുന്നെങ്കിൽ ഇവനൊക്കെ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്ത് നൽകുന്നത്? അസ്കർ അലി ഹുദവി പറഞ്ഞു,
അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ചേരരുത് എന്നാണ്. കാരണം ഇന്ത്യൻ ആർമി ആർക്കെതിരെയാണ് ആയുധമെടുക്കുന്നത്? ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അഫ്ഗാനികൾ ഇവരാരാണ്? നമ്മുടെ സഹോദരങ്ങളല്ലേ? രാജ്യത്തിന്റെ ശത്രുക്കളാണ്, പക്ഷെ അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവർക്കെതിരെ ആയുധമെടുക്കരുത്. നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇവര് പാകിസ്ഥാന്റെ കൂടെയല്ലേ നിൽക്കൂ? ഇപ്പം ഇന്ത്യ ഇസ്രയേലിനോട് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏതാണ്ട് 14ഓളം രാജ്യങ്ങൾ ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഹമാസ് ഭീകരന്റെ തലയ്ക്ക് വിലയിടുകയും അവരുടെ രാജ്യത്തേക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്ത അവനെ ഈ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒരു വേദി നൽകുന്നെങ്കിൽ ഹമാസ് ഭീകരരോടുള്ള ഇവരുടെ പ്രേമം എത്ര വലുതാണ്, എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാര്യം ചെയ്യും, നീ പോയിട്ടെ ഹ്യൂമൻ പോയിട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോഴേക്കും ഇവിടെ റിപ്പോർട്ട് അടിച്ചിട്ട് കുറേ ആളുകൾ അങ്ങോട്ട് വരും കേട്ടാ. അവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ DNA 23 ഈ നസറോ ഇവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ത് എസെൻസ്, എന്ത് ലോജിക്ക്? 3 വയസ്സ് മുതൽ ഇവർ പഠിക്കുന്നത് എന്താ? മതമാണ്. ആത്യന്തികമായി ഈ മതം മാത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ശരീരം മുഴുവനും ലിംഗമാണ്. ആ ലൈംഗിക ചിന്തകളാണ് ഇവർക്ക് വരുന്നതെല്ലാം. ഇങ്ങനെ ഒരാളോട് അതൊന്ന് കാണിക്കോ, ഇതൊന്ന് കാണിക്കോ, നിന്റെ വാപ്പാടത്, നിന്റെ ഉമ്മാടത്, അല്ലെങ്കിൽ നിന്റെ അത്, നീ മറ്റവൾ, ഇങ്ങനെ അതൊക്കെ പറയുമ്പോൾ ഇവർക്ക് വല്ലാത്ത ഒരു സുഖം കിട്ടുന്നുണ്ട്. കാരണം ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം, സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കാൻ ഇവരൊരിട. അപ്പോൾ നമ്മളെ 4 തെറി പറയുമ്പോൾ, അതല്ലെങ്കിൽ ലൈംഗിക വൈകൃതത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത്, ഓ ഞാൻ എന്തോ നേടി. അതിലൂടെ ഒരു മുസ്ലിമിന്റെ സംസ്കാരം, മുഹമ്മദ് ഇവർക്ക് പകർന്നു കൊടുത്ത സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾക്കറിയാൻ സാഹചര്യം ഇവരായിട്ട് തന്നെ ഒരുക്കുന്നു. അത്രേ ഉള്ളൂ ഇതിനകത്ത്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. നന്ദി. ഈസി ആയിട്ട് വാപ്പായ നേടുന്ന ഒരുത്തം വന്നിട്ടേ നല്ലൊരു ചീത്ത. ഈസി ആയിട്ട് വാപ്പായ നേടിക്കൊടുക്കുക. ഉമ്മ മോശമല്ലായിരിക്കുമല്ലോടാ. ഒരുപാട് വാപ്പമാരെ ഉമ്മ നേടി തന്നിട്ടുണ്ടാ. എന്തിനാടാ വീട്ടിൽ ഇരിക്കുന്ന തന്തയും തള്ളയും പറയിപ്പിക്കുന്നത്? നിനക്കൊന്നും ഒരു നാണവും ഇല്ലടാ തെണ്ടികളെ.